പിന്നാലെ നടന്ന് നിരന്തരം അധിക്ഷേപിക്കുന്ന വ്യക്തിക്കെതിരെ ഹണി റോസ് പേരെടുത്തു പറയാതെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇനി നീ എങ്ങാനും പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്ന് അവർ ചോദിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത്. ഞാൻ വേറെ ഉണ്ടാക്കനായതുകൊണ്ടല്ല. ഇനി ഞാൻ രണ്ടാമത്തെ അമ്മാവനെ പരിചയപ്പെടുത്താം. കൊച്ചമ്മാവാ. ഇതിനു താഴെ അശ്ലീല കമന്റ് ഇട്ട കുമ്പളം സ്വദേശിയായ 60-കാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. കളി മുടങ്ങാതെ നടന്നോട്ടെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ട്. നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇട്ട് നോക്ക്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. നമ്മൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ, എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ 30 പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട, എനിക്ക് ആരായാലും അടിച്ചാൽ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ, മാത്രം ഇട്ടാ മതി. അധിക്ഷേപ കമന്റുകളിട്ട ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ? നീ ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരിൽ വ്യാജന്മാരുമുണ്ട്. ഇവരെ പൂട്ടാൻ സൈബർ പോലീസിന്റെ സഹായം കൂടി തേടിയിരിക്കുകയാണ്. എനിക്കണ്ടോ അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.